Good morning everyone. Today we are going to learn about the new chapter in biology, reproductive health. Okay, in this chapter, first നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റാണ്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്കാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി എന്നുള്ള മാതൃമരണ നിരക്കാണ്. അപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2014 39 ആയിരുന്നു അവർ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് 2020 ആകുമ്പോഴേക്കും ഏകദേശം കുറഞ്ഞ് 28 ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റിയും 130 ആയിരുന്നു, അത് കുറഞ്ഞ് 97 ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും ഏകദേശം അതിലും വളരെ കുറവായിരിക്കും ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതേപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് മാതൃമരണ നിരക്കും അതേപോലെ തന്നെ ശിശുമരണ നിരക്കും വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അതിന് തക്കതായ റീസൺ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ, അതായത് പഴയ കാലത്തെ അപേക്ഷിച്ച് ഉള്ള സ്ത്രീകൾ അല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് നല്ല ലിറ്ററസിയാണ്, നല്ല വിദ്യാഭ്യാസമാണ്. അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഉണ്ട്, ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രൊജക്റ്റ് ഉണ്ട്, അതേപോലെ നല്ല പ്രോപ്പർ ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത്. അതേപോലെ കറക്റ്റ് ടൈമിൽ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന IMR റേറ്റും MMR റേറ്റും കുറയാൻ കാരണം. ഇനി ഓക്കെ, ജെൻഡർ ഈക്വാലിറ്റി ആണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്താണ് ആൺ പെൺ അതേപോലെ ആ ഒരു ഈക്വാലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. നമുക്കറിയാം മെയിൽ ഫീമെയിൽ അതേപോലെ ഇൻ്റർസെക്സ് ട്രാൻസ്ജെൻഡർ ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ അറ്റ് ബർത്ത് ആണ്, അതായത് നമ്മൾ ജനിച്ചോടയിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ ഹു ഐഡൻറ്റിഫൈ ഹിംസെൽഫ് ആസ് നോൺ കൺഫോമിങ് ടു ഹിസ് സെക്സ് അറ്റ് ബർത്ത് ആൻഡ് വിഷ് ടു ലൈവ് അക്കോർഡിംഗ് ടു ജെൻഡർ ഐഡൻറ്റിറ്റി ഇൻ വിച്ച് വൺ ഈസ് കൺവിൻസ്ഡ് ഓഫ്. അതായത് നമുക്കറിയാം ജനിക്കുമ്പോൾ ആണായിട്ട് ജനിക്കുകയാണെങ്കിലും അവരുടെ ക്യാരക്ടറും മറ്റൊക്കെ ഒരു ഫീമെയിലിനെ പോലെ ആണെങ്കിൽ അവരത് ഫീമെയിലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ജെൻഡർ ഈക്വാലിറ്റി കാണിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഈക്വാലിറ്റി കാണിക്കേണ്ടത് എന്നുള്ളത് കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ലീഡർഷിപ്പ്, ഡെസിഷൻ മേക്കിംഗ് ആൻഡ് പൊസിഷൻസ്, അതായത് എല്ലാ കാര്യത്തിലും ലീഡർഷിപ്പിലായിക്കോട്ടെ തീരുമാനം എടുക്കുന്നതിലായിക്കോട്ടെ അതിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവർ അറ്റ് എനി ടൈം, അതായത് ഫ്രീഡത്തോടു കൂടി എവിടെയും എപ്പോഴും യാത്ര ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് കൊടുക്കണം. വിത്ത് സെക്യൂരിറ്റിയോട് കൂടി. പിന്നെ ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ, അതായത് എഡ്യൂക്കേഷനിൽ അവർക്ക് ഈക്വൽ റൈറ്റ് കൊടുക്കുക. അതായത് അതിപ്പോൾ എല്ലായിടത്തും ഏകദേശം നടക്കുന്നുണ്ട് അല്ലേ. ഹോസ്റ്റലിലും കാര്യങ്ങളൊക്കെ പോയി പഠിക്കാറുണ്ട്. പഴയ കാലത്ത് അതൊന്നും നിലവിലില്ലായിരുന്നു. പിന്നെ ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, അതായത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും പരസ്പരം ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു അഡോളസൻസ് എന്നുള്ള പീരീഡാണ്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൺ ഗ്രോത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. സോ മെനി ചേഞ്ചസ്, അതായത് ഒരുപാട് ചേഞ്ചസുകൾ അവരുടെ ബോഡിയിൽ നടക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലഘട്ടത്തിൽ അഡോളസൻസിൽ നമ്മുടെ സൗണ്ടൊക്കെ മാറും. മെയിലാണെങ്കിൽ സൗണ്ടൊക്കെ മാറും. അവരുടെ ബോഡി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, ഷോൾഡേഴ്സൊക്കെ എക്സ്പാൻഡ് ചെയ്യും, ഹെയേഴ്സ് ഉണ്ടാവും ബോഡിയിലും അല്ലേ. അണ്ടർആംസിലൊക്കെ ഹെയേഴ്സ് വരാൻ തുടങ്ങും. അതേപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പിമ്പിൾസ് വരാൻ തുടങ്ങും, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അഡോളസൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പീരീഡാണ് നമുക്ക് ചേഞ്ചസിൽ പെട്ട കുറച്ച് 3 മെയിൻ ചേഞ്ചസ് ആണ് എന്ത്, ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്. അതിൽ നമ്മൾ പറഞ്ഞു അഡോളസൻസിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലാണ് പ്യൂബർട്ടി പീരീഡ് വരുന്നത്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലിലാണെങ്കിൽ അഡോളസൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മെയിലിലാണെങ്കിൽ നമുക്ക് ഇജാക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇജാക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ട് പുറത്തേക്ക് പോകാമെന്നുള്ളതാണ് ഇജാക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതേപോലെ സ്ത്രീകളിലാണെങ്കിൽ ഫീമെയിലാണെങ്കിൽ മെൻസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്യൂബർട്ടി പീരീഡ് എന്ന് പറയാം. ഇങ്ങനെ പ്യൂബർട്ടി പീരീഡിൽ വരുന്ന കുറച്ച് ചേഞ്ചസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെയിലെയും ഫീമെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിലിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ സെമൻ പ്രൊഡക്ഷൻ നടക്കും. സെമനിലാണ് സ്പേം ഉണ്ടാവുക. അതേപോലെ തന്നെ എറക്ഷൻ ഓഫ് പെനിസ് ആൻഡ് ഇജാക്കുലേഷൻ, അതായത് ഇജാക്കുലേഷൻ നടക്കും. ഇജാക്കുലേഷൻ നടക്കണമെങ്കിൽ അതിനു മുമ്പ് പെനിസ് ഇറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇറക്ഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും? ഇജാക്കുലേഷനും നടക്കും. ഇനി ഫീമെയിലാണെങ്കിലോ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു മെച്ചൂർഡായിട്ടുള്ള ഓവം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ യൂട്രസിനകത്ത് ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ മെൻസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് നോക്കുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഗേൾസിൽ അല്ലെങ്കിൽ ഫീമെയിലിൽ നമുക്ക് ഈ ഒരു സൈക്ലിക്കായിട്ടുള്ള പ്രോസസ്സ് ഡെയിലി നടക്കാറുണ്ട്. അതായത് നമ്മുടെ മെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മുതൽ 5 വരെയുള്ള ഡേയ്സിൽ നന്നായിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഈ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിനകത്ത് ഉള്ള ടിഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് ടിഷ്യൂസ്. ആ ഒരു ടിഷ്യൂസ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ബ്ലഡ് ടിഷ്യൂസ് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്ലീഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ടിഷ്യൂസ് കൊഴിഞ്ഞു പോകുന്നു. 1 മുതൽ 5 വരെയുള്ള ഡേയ്സിൽ ടിഷ്യൂസ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. അതായത് ഷെഡ് ചെയ്യുന്നു. അതിനുശേഷം 6 മുതൽ വീണ്ടും അഗെയിൻ പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യാൻ തുടങ്ങും, തിക്കാവാൻ തുടങ്ങും 13 വരെ. ഓക്കെ, 13-ന് എന്ത് ചെയ്യും? 13 വരെയുള്ള തിക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. 13-ന് എന്ത് ചെയ്യും? ഫോളിക്ക്, അതായത് ഈ ഒരു ഫോളിക്കിൽ നിന്ന് ഫോളിക്ക് പൊട്ടി ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവം പുറത്തേക്ക് വരും. 14-ാമത്തെ ദിവസം ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓവം പുറത്തേക്ക് വരും. അപ്പോൾ ഓവം എന്ത് ചെയ്യാണ്? ഇങ്ങനെ സ്പേമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്പേം ഓവത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട്. പക്ഷേ സ്പേം വന്നിട്ടില്ല എങ്കിൽ അഗെയിൻ എന്ത് ചെയ്യും? 27 കഴിഞ്ഞ് 28 ആകുമ്പോഴേക്കും വീണ്ടും മെൻസസ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് 15 മുതൽ 27 ആകുന്ന ആ ഒരു ഡേയ്സിനുള്ളിൽ നമ്മുടെ യൂട്രസ് വാള് ഇങ്ങനെ തിക്കായി നല്ല സ്പോഞ്ചി മെത്ത പോലെ ആയിട്ട് മാറും. ബിക്കോസ് അവിടെ നമ്മളൊരു ബേബിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്പേം വന്നിട്ടില്ല എങ്കിൽ അഗെയിൻ 27 കഴിഞ്ഞ് 28-ന് വീണ്ടും നമുക്ക് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് 1 to 5 ഡേയ്സ് യൂട്രസ് ഷെഡ് ചെയ്യുന്നു. ഓക്കെ, ബ്ലീഡിങ് ഉണ്ടാവുന്നു. 6 മുതൽ 13 വരെ വീണ്ടും ഗ്രാജുവലി ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. പിന്നീട് 14th ഡേയിൽ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 16 മുതൽ 28 വരെ യൂട്രസ് തിക്ക് ആൻഡ് സ്പോഞ്ചി ആകുന്നു. എന്നിട്ട് 28th ഡേയിൽ സ്പേം അവിടെ എത്തില്ല എങ്കിൽ നമുക്ക് വീണ്ടും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊരു സൈക്ലിക്കായിട്ടുള്ള പ്രോസസ്സാണെന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ജെനിറ്റൽ ഏരിയാസൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം, അല്ലേ? നല്ല വൃത്തിയിൽ വാഷ് ചെയ്യുക. അതേപോലെ സോപ്പൊന്നും യൂസ് ചെയ്യാതെ നല്ല സോഫ്റ്റാക്കുന്ന സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തരത്തിൽ വേണം അവിടെ വൃത്തിയിൽ കൊണ്ട് നടക്കുക. അതേപോലെ മോയ്സ്ചർ ഇല്ലാതിരിക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. കോട്ടൺ അണ്ടർഗാംസൊക്കെ ധരിക്കുക. ഓക്കെ, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സെക്സ് ഓർഗൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ അറിയാം, ടെസ്റ്റിസിൽ വൃഷണത്തിൽ വെച്ചിട്ടാണ് സ്പേം ഉണ്ടാവുക. അത് വാസ് ഡിഫറൻസ് വഴി നമ്മുടെ പെനിസിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ സെമൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, സെമൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മൾ കഞ്ഞിവെള്ളം പോലുള്ള ഒരു പോലെയാണ് സെമൻ ഉണ്ടാവുക. ഈ സെമൻ്റെ അകത്താണ് നമുക്ക് സ്പേമിനെ കാണാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബോയ്സിൽ ജാക്കുലേഷൻ നടക്കുമെന്ന് പറഞ്ഞു, അല്ലേ? മെൻസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു. ബോയ്സിൽ ജാക്കുലേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പെനിസിൻ്റെ നിലവിലുള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക, അല്ലേ? പക്ഷേ നമുക്ക് ഇറക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറും.
ഇങ്ങനെയായിട്ട് മാറി ഇറക്ഷൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇജാക്കുലേഷൻ ഉണ്ടാവും. അതായത് ഇറക്ഷൻ ഓഫ് പെനിസ് ഒക്കേഴ്സ് ആസ് ദ ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്. അതായത് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനെയൊക്കെ കാണുന്ന സമയത്ത്, അതായത് മെയിൽ ഒരു ഫീമെയിലിനെ കാണുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും, നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ഈ ബ്ലഡ് ഫ്ലോ ആണ് ഇറക്ഷന് കാരണം. ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് പെനിസ് ഇറക്റ്റ് ചെയ്യുകയും പിന്നീട് അത് ഇജാക്കുലേഷൻ വഴി സെമൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലാണ് ആരുണ്ടാവുക, സ്പേം ഉണ്ടാവുക. അപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഇജാക്കുലേഷൻ മേ ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ചില ആൾക്കാർക്ക് ഉറക്കിലും ഇജാക്കുലേഷൻ നടക്കാറുണ്ട്. ബട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് എ നാച്ചുറൽ പ്രോസസ്സാണ്, ഫിസിക്കൽ ചേഞ്ചസിൻ്റെ അടയാളമാണ്. അതായത് മെയിലാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പ്യൂബർട്ടി പീരീഡിൽ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ചില ആൾക്ക് പെട്ടെന്ന് വരാം, ചില ആൾക്ക് വളരെ സ്ലോ ആയിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കാം. ഓക്കെ, ഇനി ഫീമെയിലിനാണെങ്കിൽ നമുക്കറിയാം എല്ലാ മെൻസ്ട്രേഷൻ കഴിയുമ്പോഴും ഫീമെയിലിലെ ഓവറിക്കകത്ത് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഒരു മന്തിൽ ഒരു ഓവറിക്കകത്താണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഇവിടെ ഓവം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഇവിടെയാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് 2 ഓവറിക്കകത്ത് ഓവം ഉണ്ടാവില്ല. ഒരു ഓവറിക്കകത്ത് ഓവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം അടുത്ത ഓവറിക്കകത്തായിരിക്കും ഓവം പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഫെലോപ്പിയൻ ട്യൂബ് വഴി എന്ത് ചെയ്യും, ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വെച്ചിട്ട് സ്പേമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ഫീമെയിലിനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ദ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പേം ആർ റിലീസ്ഡ് ആസ് സെമൻ. അതായത് ഓരോ ഇജാക്കുലേഷനിലും 400 മില്യൺ സ്പേമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേസമയം തന്നെ 1 മെച്ചൂർഡ് ഓവം റിലീസ്ഡ് പെർ മന്ത്. ഓവുലേഷനിലൂടെ മെച്ചൂർഡായിട്ടുള്ള ഒരു ഓവവും എല്ലാ മാസവും അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഒക്കർ ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഈ പറയുന്ന ഓവവും ഈ പറയുന്ന സ്പേമും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് കിട്ടുന്ന സിംഗിൾ സെല്ലിന് പറയുന്ന പേരാണ് സൈഗോട്ട്. അതെന്ത് ചെയ്യും, പിന്നീട് സെൽ ഡിവിഷൻ നടന്ന് എംബ്രിയോ ആയിട്ട് മാറുന്നു, എംബ്രിയോ ഫീറ്റസ് ആയിട്ട് മാറുന്നു. അതാണ് പിന്നീട് ന്യൂ ബോൺ ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഫെർട്ടിലൈസേഷൻ മേ പോസിബിൾ, അതായത് മെൻസസ് കഴിഞ്ഞ് എല്ലാവർക്കും ഫെർട്ടിലൈസേഷൻ നടക്കും. അതേപോലെ എന്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ വജൈനക്കകത്ത് വെച്ചിട്ടാണ് പെനിസ് ഇൻ ടു ദ വജൈന ഡ്യൂറിങ് സെക്ഷൽ സെക്സ് പരമായിട്ട് ആ ഒരു ഇതിലൂടെയാണ് നമുക്ക് വജൈനക്കകത്ത് പെനിസ് എത്തുകയും അവിടെയാണ് സ്പേമിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ സ്പേം നേരെ വിഡക്റ്റിൽ അഥവാ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓരോ ഇജാക്കുലേഷനിലും 400 ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു 100 എണ്ണത്തിനാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അതിൽ നിന്നും ഒന്നിനാണ് നമ്മുടെ യൂട്രസിനകത്തേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഒന്നുകൂടി ഇവിടെ ഒരു ചിത്രീകരണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെൻസസിൻ്റെ 14th ഡേയിൽ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓവം പുറത്ത് വരുന്നു, സ്പേമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, സെൽ ഡിവിഷൻ നടക്കുന്നു അല്ലേ. 2 ആയിട്ട് മാറുന്നു, 4 ആയിട്ട് മാറുന്നു, 8 ആയിട്ട് മാറുന്നു. 8 ആയിട്ട് മാറുന്നതിനെ നമ്മൾ മോറല എന്ന് വിളിക്കുന്നു. വീണ്ടും അഗെയിൻ സെൽ ഡിവിഷൻ നടക്കുന്നു, അത് 32 ആയിട്ട് മാറുന്നു. 32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റും ഒരുപാട് സെല്ലുകളും സെൻറ്ററിൽ ഒരു കൂട്ടം സെല്ലുകൾ ഉള്ളതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ യൂട്രിൻ വാളിൽ എന്താണ് ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുക അല്ലേ. എൻഡോമെട്രിയം എന്ന് പറയുക വാളിന്. ആ എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ച് വളരുന്നതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. ബ്ലാസ്റ്റോസിസ്റ്റ് ഗ്രോസ് അറ്റാച്ച്ഡ് ടു എ ലൈനിങ് കോൾഡ് എൻഡോമെട്രിയം. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ഒട്ടിപ്പിടിച്ച് വളരുന്ന ഒരു ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുക. ഈ എൻഡോമെട്രിയത്തിൽ ഒറ്റിപ്പിടിച്ച് വളരുന്ന ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ആ ഒരു വളരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. ഓക്കെ.